Hello everyone, welcome to Disha Academy. റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ കാറ്റഗറി എക്സാമിനേഷനായ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് അടുക്കാറായല്ലേ. ജൂൺ 5-നാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തകർത്തതിന് വേണ്ടി പഠിക്കുകയാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന നിങ്ങൾ എന്ത് ചെയ്യുക, കാഴ്ചവെക്കുക. കാരണം നിങ്ങൾക്ക് 2024-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്ക് 2025 വരെ എന്നുള്ളൊരു ടൈം കിട്ടി. നല്ല ടൈമാണ് നിങ്ങൾക്ക് NTPCക്കാർക്ക് കിട്ടിയത്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ കയറാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വർഷം തന്നെ NTPC ക്രാക്ക് ചെയ്ത് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നതാണ്. കാരണം നല്ല പോസ്റ്റുകളാണ് NTPCയിലുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് മാനേജർ, ടിക്കറ്റ് ക്ലർക്ക് പോലെയുള്ള നല്ല നല്ല പോസ്റ്റുകളുള്ള ഒരു എക്സാമിനേഷനാണ്. അത് മാക്സിമം നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം നടക്കട്ടെ. എന്നാലും നിങ്ങളുടെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, കാരണം 15 ദിവസം പോലും ഇനി മുന്നിലില്ല, ആ ഒരു ദിവസത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളൊരു വിചാരത്തിൽ തന്നെ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു മണിക്കൂർ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അതായത് NTPCയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ള ഒരു സെഷൻ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ എന്തായാലും NTPCയുടെ ഒരു ഫൈനൽ ലാബ് റിവിഷനിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്നവരാണ്, നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളാണെന്നുള്ള ഒരു ഉറപ്പിൽ തന്നെ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ളൊരു 15 ദിവസം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്ക് ഈ ഒരു ജേർണി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കാം. എന്തായാലും NTPCയുടെ ഈ ഫൈനൽ ലാബ് റിവിഷൻ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൈവ് സെഷൻസിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു ടൈം ടേബിൾ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. മെയ് 24-ന് സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 3 വരെ ആയിരിക്കും ഈ ക്ലാസ് സെഷൻസ് നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും ഇമ്പോർട്ടൻറ്റ് PYQ സെഷൻസും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ടേബിൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 1 hour ആണ് നമ്മൾ ചോദിക്കുന്നത്. ആ ഒരു 1 hour നിങ്ങൾ നമ്മുടെ ഒപ്പം ഇരുന്ന് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് എന്താണ്, വീക്ക് പോയിന്റ്സ് എന്താണ്, നിങ്ങൾ ഇനി എന്തെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായാലും മെയ് 24-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്താണ്, ഫിസിക്സ് ആണ് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഫിസിക്സ് ആണ് ഫസ്റ്റ് ക്ലാസ്. അനിൽ സാറിൻ്റെ ക്ലാസ് ആണ്. 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ മെയ് 24-ന് ഫിസിക്സ് അനിൽ സാറിൻ്റെ 7 PM-നായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഒരു ഓൾ കേരള മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൊരു കാര്യം നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. NTPCക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൾ കേരള മോക്ക് ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. അതിൻ്റെ വാട്സപ്പ് ലിങ്ക് ഒക്കെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിൽ കയറി എന്ത് ചെയ്യുക, ജോയിൻ ആകുമ്പോൾ നമ്മൾ സാറ്റർഡേ ഈ ഒരു ലൈവ് ഓപ്പൺ ആക്കും. ആ ലൈവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈവ് മോക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ നോക്കുക, സ്പീഡ് ഉണ്ടോ, ആക്യുറസി ഉണ്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഓൾ കേരള മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട. നമ്മൾ 2 മോക്ക് ടെസ്റ്റുകളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഓൾ കേരള മോക്ക് ടെസ്റ്റ് 2 എണ്ണം ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, സെക്കൻഡും അറ്റൻഡ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ട്രയലായിട്ട് കാണുക. നിങ്ങളുടെ എക്സാമിന് മുമ്പേ ഉള്ള ഒരു ഫൈനൽ ട്രയലായിട്ട് എന്നെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുക. എന്തായാലും മെയ് 24-ന് ഫിസിക്സ് അനിൽ സാറിൻ്റെ ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് മെയ് 25-ന് റീസണിങ് ക്ലാസ് ആണ്, ഡെന്നി സാറിൻ്റെ 6 മണിക്കാണ്. അത് കഴിഞ്ഞ് മെയ് 26-ന് മാത്സ് ക്ലാസ് ആണ്, അതുല്യ മിസ്സിൻ്റെ ആണ്, 4 മണിക്കാണ് വരുന്നത്. അതായത് മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയുള്ള സെഷൻസ് എല്ലാം 4 മണിക്കായിരിക്കും. കാരണം നിങ്ങൾക്ക് ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം. എല്ലാ സബ്ജക്ട്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ടോപ്പിക്സും കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് പൊളിറ്റി എടുക്കുന്നത് നമ്മുടെ ജിതിൻ സാറാണ്, 4 മണിക്കാണ്. അത് കഴിഞ്ഞ് സ്റ്റാറ്റിക് GK നമ്മുടെ നിത്യ മിസ്സാണ് എടുക്കുന്നത് കേട്ടോ. സ്റ്റാറ്റിക് GK കവർ ചെയ്യുന്ന നിത്യ മിസ്സാണ്. 4 മണിക്കായിരിക്കും ലൈവ് സെഷൻസ് വരുന്നത്. അത് കഴിഞ്ഞ് കെമിസ്ട്രി ബയോളജി ഐശ്വര്യ മിസ്സിൻ്റെ ക്ലാസ് ആയിരിക്കും. ഐശ്വര്യ മിസ്സിൻ്റെ ക്ലാസ് 4 മണിക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഹിസ്റ്ററി ജോഗ്രഫി നമ്മുടെ അനുശ്രീ മിസ് ആയിരിക്കും എടുക്കുന്നത്. 4 മണിക്കാണ് ആ സെഷനും വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സെഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മെയ് 31-നാണ് നമ്മുടെ ഫൈനൽ ലാബ് മാരത്തോൺ വരുന്നത് കേട്ടോ. ഫുൾ ഡേ മാരത്തോൺ വരുന്നത് എന്നാണ്, മെയ് 31 ആ ഡേറ്റ് ഇപ്പോഴേ കുറിച്ചിട്ടോ. മാരത്തോൺ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും മാരത്തോൺ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മാർക്ക് മേടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മാരത്തോൺ നിങ്ങൾ ആരും മറക്കണ്ട. മാരത്തോണിൻ്റെ ഷെഡ്യൂൾ നമ്മൾ ഇനി അറിയിക്കുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ അതും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ജൂൺ 1 സൺഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓൾ കേരള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തെന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം കിട്ടുകയാണ്, ഈ ടൈം നിങ്ങൾ ബെസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഏറ്റവും എഫക്റ്റീവ് വേയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് അത്രയും കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ജോലിയാണ് മുന്നിലുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് ജൂൺ 2-നും 3-നും നമ്മുടെ കറണ്ട് അഫേഴ്സ് സെഷനുമായിട്ട് ഞാനായിരിക്കും വരുന്നത്. കറണ്ട് അഫേഴ്സ് സെഷനിൽ നമ്മൾ 2023, 24, 25 ഡേയ്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്, ഇയേഴ്സ് ആയിരിക്കും കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ബെസ്റ്റായിട്ട് തന്നെ കണ്ട് നിങ്ങൾ പഠിച്ചതൊക്കെ തന്നെയാണോ ഉള്ളതെന്നുള്ളൊരു കാര്യമൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഈ ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. നമുക്ക് ലൈവ് സെഷൻസ് ആണ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചോദിക്കാം. ലൈവായിട്ട് തന്നെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ പഠിച്ചതിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സെഷൻസ് നിങ്ങൾ ആരും മറക്കണ്ട. ഇത്ര സെഷൻസ് ആണ്, 2 മോക്ക് ടെസ്റ്റുകളുണ്ട്. ആ 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരുപോലെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാം നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പങ്കുവഹിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയായിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സെഷൻ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജോലി നിങ്ങളുടെ മുന്നിലാണ്, നിങ്ങളുടെ കയ്യിലാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി തന്നെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജോലി സ്വന്തമാക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. എന്തായാലും മെയ് 24 തൊട്ട് ജൂൺ 3 വരെ നമ്മൾ എന്തായാലും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഓർത്ത് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.